എന്തൊക്കെയുണ്ട്? In the last class we have discussed about sentences and I hope you have gone through it and now you know what is a sentence. It's a group of words that makes complete sense. ഇതൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഒന്ന് റിവൈൻഡ് അടിച്ച് നോക്കണോ? ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് സെൻറ്റൻസസ് എന്ന് പറയുമ്പോൾ കുറേ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഒക്കെ ഇങ്ങനെ കുത്തി നിറച്ച് എന്നാൽ മീനിങ് ഫുള്ളായിട്ട് വരുന്ന ഒരു ഭാഗം സെൻറ്റൻസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് അങ്ങനത്തെ വേർഡ്സുകൾ പഠിക്കാമെന്ന്. അതായത് പാർട്സ് ഓഫ് സ്പീച്ച് ഒരു കാറ്റഗറി ഓഫ് വേർഡ്സ് ആണ്. സോ ഇനിയുള്ള കുറച്ച് ക്ലാസ്സസ് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് ആയിരിക്കും ഡീൽ ചെയ്യാൻ പോകുന്നത്. നമുക്ക് മൊത്തം 8 പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് അങ്ങ് പഠിക്കാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് നൗൺസ്. എന്താണ് നൗൺസ് ഓർ വാട്ട് ഈസ് എ നൗൺ? നമുക്ക് നോക്കാം. A noun is a word that represents a person, place, thing or idea. നമ്മളൊരു വ്യക്തിനെ അല്ലെങ്കിൽ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു സാധനം അല്ലെങ്കിൽ ഒരു ഐഡിയ, ഇതിനൊക്കെ നമ്മൾ കൊടുക്കുന്ന നെയിം ആണ് നൗൺ. സോ സിംപ്ലി നൗൺ ഈസ് എ നെയിമിംഗ് വേർഡ്. കിട്ടിയല്ലോ? നെയിമിംഗ് വേർഡാണ് നൗൺ. സിമ്പിളായിട്ട് നമുക്കൊരു 2 വേർഡ് ഡെഫിനിഷൻ എന്നൊക്കെ പറഞ്ഞാൽ നെയിമിംഗ് വേർഡ് എന്ന് വിളിക്കാം. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കിയേ. ആൻ, മാൻ, സിറ്റി, ആപ്പിൾ, ഹാപ്പിനെസ്. ഹാപ്പിനെസ് ഒരു നൗണാണ്. നമുക്ക് ആ ഹാപ്പിനെസ് എന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ആ ഒരു ഫീല്. അപ്പം അതിന് നമ്മളിട്ടിരിക്കുന്ന പേര് ഹാപ്പിനെസ്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു സെൻറ്റൻസ് നോക്കാം. ന്യൂട്ടൺ ഈസ് ലുക്കിംഗ് അറ്റ് ദി ആപ്പിൾ. അതിന് ശേഷം എന്താ നടന്നതെന്നൊന്നും തൽക്കാലം ഞാൻ പറയുന്നില്ല, കാരണം നമ്മളത് കുറേ വേണ്ട. ഓക്കെ, സോ ന്യൂട്ടൺ ഈസ് ലുക്കിംഗ് അറ്റ് ദി ആപ്പിൾ എന്ന് പറയുന്ന ഈ സെൻറ്റൻസിൽ നമുക്ക് മെയിനായിട്ട് 2 നൗൺ ഉണ്ട്. ഒന്ന് ന്യൂട്ടൺ, 2 ആപ്പിൾ. ഓക്കെ, അപ്പോൾ നമ്മളൊരു സെൻറ്റൻസ് എഴുതുമ്പോൾ പല ടൈപ്പ് ഓഫ് നൗൺസ് ആ സെൻറ്റൻസിലുണ്ടാകും. നൗൺസ് പോലെ തന്നെ വേറെ കുറേ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അതിനകത്തുണ്ട്. ഇപ്പോൾ ഈസ്, ലുക്കിംഗ് അറ്റ്, ഇതെല്ലാം ഓരോ കാറ്റഗറി ഓഫ് വേർഡ്സ് ആണ്. ഇന്ന് അത് ഡീൽ ചെയ്യുന്നില്ല. ഇന്ന് നമ്മൾ സ്ട്രിക്ട്ലി നൗൺസ്. സോ എന്താണ് നൗൺ? നൗൺ ഈസ് എ നെയിമിംഗ് വേർഡ്. ഇനി നമുക്ക് ഏതൊക്കെ ടൈപ്പ് നൗൺ ഉണ്ടെന്ന് നോക്കാം. പ്രോപ്പർ നൗൺ. പ്രോപ്പർ നൗൺ എന്താ? A proper noun names a specific person, place, thing and is always capitalized. നമ്മൾ ഏതെങ്കിലും ഒരു നൗണിനെ അതിനെ മാത്രമായിട്ട് ഒന്ന് യുണീക്കായി സ്പെസിഫൈ ചെയ്ത് പറയുന്നതാണ് എന്ത്? പ്രോപ്പർ നൗൺ. ഫോർ എക്സാമ്പിൾ, ലണ്ടൻ. നിലവിൽ ഒരു ലണ്ടനേ ഉള്ളൂ. അപ്പോൾ അതൊരു സ്പെസിഫിക് പ്ലേസ് ആണ്. അതുപോലെ നമ്മളെയും സ്പെസിഫിക് ആയിട്ട് കാണണം. നമ്മൾ യുണീക്കാണ്, നമ്മൾ സ്പെസിഫിക് ആണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പേര് എഴുതുമ്പോഴും പ്രോപ്പർ നൗൺ ആയിട്ടാണ് കണക്ക് കൂട്ടുന്നത്. മരിയ, കാർത്തിക, ഐഫിൽ ടവർ, ഇതെല്ലാം ഓരോ സ്പെസിഫിക് പ്ലേസസ് അല്ലെങ്കിൽ സ്പെസിഫിക് നെയിം ഓഫ് ദ പേഴ്സൺ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് എഴുതുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. ഇതിപ്പോൾ സെൻറ്റൻസിൻ്റെ ആദ്യമാണെങ്കിലും നടുക്കാണെങ്കിലും എവിടെയാണെങ്കിലും ഇറ്റ് ഹാസ് ടു ബി capitalized. So proper nouns are unique identifiers and are capitalized. Always you have to capitalize the first letter of a proper noun. See this? Nita is smiling. Ee kuttiyanu Nita. So Nita is smiling. If you notice, ഇവിടെ നിത്തയുടെ n ക്യാപിറ്റൽ ആണ്. അപ്പോൾ പ്രോപ്പർ നൗൺ വളരെ സിമ്പിളായിട്ട് നമ്മൾ നെയിമിംഗ് വേർഡ് തന്നെയാണ്, പക്ഷേ ഒരു സ്പെസിഫിക് പേഴ്സൺ അല്ലെങ്കിൽ പ്ലേസ്, തിങ്, ഇതിൻ്റെ എല്ലാം നെയിം ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അടുത്തത് കോമൺ നൗൺ. അപ്പോൾ പ്രോപ്പർ നൗൺ സ്പെസിഫിക് ആണെങ്കിൽ കോമൺ നൗൺ ഈസ് ലൈക്ക് കൈൻഡ് ഓഫ് ദ ഓപ്പോസിറ്റ്. വി ക്യാൻ യൂസ് ഇറ്റ് ടു എ ജനറൽ വേ. അതായത് കോമൺ നൗൺ റെഫേഴ്സ് ടു എ ജനറൽ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, ആനിമൽ, തിങ്. ഇപ്പോൾ ഐ എം റീഡിങ് എ ബുക്ക്. അതിപ്പോൾ ഏത് ബുക്ക് വേണമെങ്കിലും ആവാം അല്ലേ? അപ്പോൾ ആ ബുക്ക് എന്ന് പറയുന്നത് ബുക്ക് എന്ന് പറയുന്നത് ഒരു ജനറൽ നൗൺ ആണ്. സി, നിത ഈസ് റീഡിങ് എ ബുക്ക്. ദാറ്റ് ബുക്ക് ക്യാൻ ബി എനി ബുക്ക്. ആൻഡ് ഇഫ് ഐ സേ നിത ഈസ് റീഡിങ് ഹാരി പോട്ടർ, അപ്പോൾ ഹാരി പോട്ടർ ഒരു സ്പെസിഫിക് ബുക്കിൻ്റെ പേരാണ്, പക്ഷെ അതെന്താ? ഒരു ബുക്ക്. കിട്ടിയല്ലോ? അപ്പോൾ അതിൻ്റെ വേറെ എക്സാമ്പിൾസ് എന്തൊക്കെയാ?
cat. കുറേ cat ഉണ്ട്. School, car, teacher. ഇതെല്ലാം common noun ആണ്. So these nouns are not capitalized unless they are at the beginning of a sentence. Okay, അപ്പോൾ ഈ സെൻറ്റൻസസ് അല്ലെങ്കിൽ ഈ വേർഡ്സ് ഒരു സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് വരികയാണെങ്കിൽ അത് ക്യാപിറ്റൽ ചെയ്യണം. അത് ജനറൽ റൂൾ ആണല്ലോ, നമുക്കത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതല്ലെങ്കിൽ ക്യാപിറ്റലൈസ് ചെയ്യണ്ട. അപ്പോൾ ലെറ്റ്സ് സീ ദിസ് അഗൈൻ. A common noun refers to a general name of a person, place, animal or thing. കിട്ടിയല്ലോ? ഇത് നമ്മളിങ്ങനെ കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യേണ്ട കാര്യവുമില്ല, കാരണം ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. അടുത്തത് കോൺക്രീറ്റ് നൗൺ. കോൺക്രീറ്റ് നൗൺ, കോൺക്രീറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ചാക്ക്, സിമെൻറ്റ് അതൊന്നും ചിന്തിക്കരുത്. കോൺക്രീറ്റ് നൗൺ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് മൊത്തം 5 സെൻസസ് ഉണ്ട്. ഹ്യൂമണിന്, ഒരു മനുഷ്യന് 5 സെൻസ് ഉണ്ട്. ഐ അല്ലെങ്കിൽ വിഷൻ, സ്മെൽ, ടേസ്റ്റ്, ഹിയർ, ടച്ച്. അങ്ങനെ നമുക്ക് 5 സെൻസസ് ആണുള്ളത്. അപ്പോൾ ഈ 5 സെൻസസ് ഉപയോഗിച്ച് നമുക്കൊരു വസ്തുവിനെ പെർസീവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് കോൺക്രീറ്റ് നൗൺ. So a concrete noun refers to something that can be perceived by 5 senses. ഇപ്പോൾ ഡോഗ് നമുക്ക് കണ്ണുകൊണ്ട് കാണാം, നമുക്ക് ആ ഡോഗിനെ തൊടാം. ചില ഡോഗിന് ചില സ്മെല്ലുകളുണ്ട്, അത് ഡിപ്പെൻസ്. പെർഫ്യൂം അഗൈൻ ഡിപ്പെൻസ് ഓൺ ദ സ്മെൽ. ഗിറ്റാർ കേൾക്കാം, ടച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ 5 സെൻസസ് ഉപയോഗിച്ച് നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ പെർസീവ് ചെയ്യാൻ പറ്റിയാൽ അത് കോൺക്രീറ്റ് നൗൺ. See, so these nouns represent physical objects. അപ്പോൾ ആ ഒബ്ജക്റ്റ് ഇപ്പോൾ പെൻ, I can touch this, I can see this. അപ്പോൾ ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റ്, അതാണ് കോൺക്രീറ്റ് നൗൺ. See, the alarm clock is ringing. ഓ, അത് ഭയങ്കര ഒരു ഡെയിലി ലൈഫ് എക്സാമ്പിൾ ആണല്ലേ. എത്ര തവണ നമ്മൾ സ്നൂസ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ അലാം ക്ലോക്ക് എനിക്ക് കാണാം, കേൾക്കാം, ബാക്കി ഊഹിക്കാലോ, വേണമെങ്കിൽ തട്ടിക്കളയാം, എന്ത് വേണേലും ചെയ്യാം. അപ്പോൾ അത് ഒരു കോൺക്രീറ്റ് നൗൺ ആണ്. ഓക്കെ അല്ലേ? നമ്മൾ ഒരേ ട്രാക്കിലല്ലേ പോണേ. അപ്പോൾ ഈ കാണാൻ പറ്റാത്ത നൗൺ എന്താ? ഇനി കാണാൻ പറ്റാത്ത നൗൺ ഉണ്ടോ? ഉണ്ട്. അതാണ് അബ്സ്ട്രാക്റ്റ് നൗൺ. അബ്സ്ട്രാക്റ്റ് നൗൺസ് റെപ്രസെൻറ്റ് ഐഡിയ, ക്വാളിറ്റീസ് ഓർ സ്റ്റേറ്റ്സ് ദാറ്റ് cannot be perceived with senses. ഐ ലവ് യു, ഇത് കാണാൻ പറ്റൂ. ആ ഒരു ഇഷ്ടം നമ്മളെന്താ, നമ്മൾ ഫീൽ ചെയ്യാനല്ലേ ചെയ്യുക. അപ്പോൾ ആ ഒരു ഇഷ്ടത്തിൻ്റെ പേര് ലവ്. ഇറ്റ്സ് എൻ ഇമോഷൻ. അപ്പോൾ അത് ആ ഒരു ഇമോഷൻ്റെ പേരാണ്. അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലാതെ ഒരു ഒബ്ജക്റ്റ് പോലെ നമ്മുടെ മുമ്പിലുണ്ടോ? ഇല്ല. അപ്പോൾ അതുപോലെ ഫ്രീഡം, ജസ്റ്റിസ്, ഇതെല്ലാം ഒരു ഐഡിയ. അത് നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്ന ഒരു ഐഡിയ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ഐഡിയാസിനെ വിളിക്കുന്നത് അബ്സ്ട്രാക്റ്റ് നൗൺ. അങ്ങനെയുള്ള ഐഡിയാസ് അല്ല, അങ്ങനെയുള്ള ഐഡിയാസിനെ നമ്മൾ നെയിമിംഗ് വേർഡ് അബ്സ്ട്രാക്റ്റ് നൗൺ ആയിട്ടാണ് പറയാം. സോ അബ്സ്ട്രാക്റ്റ് നൗൺസ് റെപ്രസെൻറ്റ് അൺടച്ചബിൾ തിങ്സ്. നമുക്കിതൊന്നും പോയി തൊടാൻ പറ്റില്ല. എൻ്റെ ദേഷ്യം കാണാനേ പറ്റൂ, തൊടാൻ പറ്റില്ല. എൻ്റെ ദേഷ്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യാനേ പറ്റൂ. ദേഷ്യപ്പെടണമെന്നല്ല, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. സിമിലർലി, ഫോർ എക്സാമ്പിൾ, ഹീ ഈസ് ഷെയറിങ് ഹിസ് എക്സ്പീരിയൻസ്. സോ ആ എക്സ്പീരിയൻസ് നമുക്ക് കാണാൻ പറ്റുന്നതല്ല, നമ്മൾ ഫീൽ ചെയ്യുന്നതാണല്ലേ നമ്മുടെ എക്സ്പീരിയൻസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ദാറ്റ് എനിത്തിങ്, എനി ഐഡിയ, ക്വാളിറ്റി, സ്റ്റേറ്റ് ദാറ്റ് കൻ നോട്ട് ബി പെർസീവ്ഡ് വിത്ത് ദ സെൻസസ് ഈസ് കോൾഡ് അബ്സ്ട്രാക്റ്റ് നൗൺ. ഓക്കെ, ഇനി അടുത്തത് collective noun. Collective noun is like refers to a group of individuals or thing as a single entity. കുറേ അധികം വസ്തുക്കൾ അല്ലെങ്കിൽ കുറേ അധികം ആളുകൾ നമ്മളെല്ലാവരും ഒന്നിച്ചങ്ങ് പറയും. സിംപ്ലി പറയാം, 11 പേരുടെ ഒരു ഫുട്ബോൾ പ്ലേയേഴ്സ് നമ്മൾ ഒറ്റയടിക്ക് എന്താ പറയുക? ടീം, എൻ്റെ ടീം. അപ്പോൾ ടീം എന്ന് പറയുന്നത് എന്താ? ഒരു കളക്റ്റീവ് നൗൺ ആണ്. ആ ടീം എന്ന് പറയുമ്പോൾ അത്രയും പ്ലേയേഴ്സ് ഒരുമിച്ച് ഒരാവശ്യത്തിന് വേണ്ടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു. അപ്പോൾ ടീം. ആർ വി എ ടീം? നമ്മളൊരു ടീമല്ലേ, നമ്മളൊരു ടീമാണ്. സോ അതുപോലെ മറ്റ് എക്സാമ്പിൾസ് ആണ് പാക്ക്. ഇപ്പോൾ എ പാക്ക് ഓഫ് കാർഡ്സ്, എ പാക്ക് ഓഫ് വൂൾസ്. അതുപോലെ ടീം ഞാൻ പറഞ്ഞു. അതുപോലെ ഫ്ലോക്ക്
a flock of sheep, a flock of birds. കുറേ കൂട്ടം പക്ഷികൾ പറന്നു വരുമ്പോൾ ഗ്രൂപ്പ് ഓഫ് ബേർഡ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനൊരു വേർഡ് ഉണ്ട്, ഫ്ലോക്ക്, ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്. അപ്പോൾ കളക്റ്റീവ് നൗൺസ് നമ്മൾ കുറച്ചൊന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ അതുപോലെ ക്രോ, ഞാനൊരു കാര്യം പറയട്ടെ, ഒരു കൂട്ടം കാക്കകൾ വന്നിരിക്കുകയാണെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് ക്രോസ് എന്നല്ല പറയാ, അതെന്തെന്നാ പറയാ? മർഡർ, a murder of crows. കിട്ടിയോ? a school of fish, a troop of monkeys. അങ്ങനെയാണ് ഇത് പോകുന്നത്. അപ്പോൾ ഓക്കെ അല്ല, പ്രൈഡ് ഓഫ് ലയൺസ്. അപ്പോൾ കുറച്ച് വാക്കുകൾ നമ്മളൊന്ന് ഓർത്ത് വെച്ച് കാണാതെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. സോ ഇറ്റ്സ് നോട്ട് എ റോക്കറ്റ് സയൻസ് ഓർ ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. അപ്പോൾ ദോ എ കളക്റ്റീവ് നൗൺ റെഫേഴ്സ് ടു എ ഗ്രൂപ്പ്, ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് സിംഗുലർ. അപ്പോൾ ഒരു കളക്റ്റീവ് നൗൺ ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെയാണ് അത് പറയുന്നതെങ്കിലും നമ്മൾ അതിനെ ഒരൊറ്റ സിംഗിൾ ആയിട്ടാണ് കാണുക. ഇപ്പോൾ ഇത് തന്നെ ഒരു ഫുട്ബോൾ കളിയിൽ 11 പേരുടെ ഒരു ടീം എങ്ങനെ പോയാലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ കളിക്കുന്നത്. അപ്പോൾ അവർ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഒരു ടീമായിട്ട് അങ്ങനെയാണ് എടുക്കുന്നത്. സോ വി ഹാവ് ടു യൂസ് സിംഗുലർ നൗൺ or singular verb. The team is winning. The team is winning. And yes, there are some exceptions. There will be situations where we say the team are fighting with each other. അവിടെ ഒരു ടീമിൻ്റെ ഉള്ളിൽ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് സ്പെസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്ത് പറയും. അതല്ലെങ്കിൽ നമ്മൾ അതിനെ സിംഗുലർ ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതിൻ്റെ ഒരു സെൻറ്റൻസ് നോക്കിയേ. The pack of pencils is colorful. ഈസ് കളർഫുൾ. അപ്പോൾ ഈ മൊത്തം പാക്ക് ഓഫ് പെൻസിൽസിനെ ഞാൻ ഒരൊറ്റ പാക്കായിട്ടാണ് കാണുന്നത്. സോ ഐ ഹാവ് യൂസ്ഡ് സിംഗുലർ വെർബ് ഈസ്. ഓക്കെ, ഇനി കൗണ്ടബിൾ നൗൺ. അപ്പോൾ ചില നൗൺസ് നമുക്കിങ്ങനെ എണ്ണാം, ഇങ്ങനെ 1 പേന, 2 പേന, 3 പേന, അങ്ങനെ നമുക്ക് ഫിസിക്കലി നമുക്ക് എണ്ണാൻ പറ്റുന്നത് കൗണ്ടബിൾ. ലിറ്ററൽ മീനിങ് എടുത്ത് തന്നെ നമുക്ക് പോകും. സോ countable nouns are nouns that can be counted and have singular and plural form. 1 pen, 2 fingers. അപ്പോൾ എണ്ണം സിംഗുലർ ഫോമിലും ഉണ്ട്, പ്ലൂറൽ ഫോമിലും അത് വരും. അപ്പോൾ ആപ്പിൾ, ആപ്പിൾസ് എന്നാക്കാം, ചെയർ, ചെയേഴ്സ് എന്നാക്കാം, ഫിംഗർ, ഫിംഗേഴ്സ് എന്നാക്കാം. ഓക്കെ, സോ ദീസ് ആർ കൗണ്ടബിൾ നൗൺസ് വേർ വി ക്യാൻ കൗണ്ട് the number of objects or people. കിട്ടിയല്ലോ? So these noun can take a number. For example, 1 apple, 2 apple, അങ്ങനെ പോകും. For example, the 2 cups are on the table. Here we have 1, 2 cup. We can count the cups. So the 2 cups are on the table. അങ്ങനെയാണെങ്കിൽ there are 1 lakh hairs എന്ന് പറയാൻ പറ്റുമോ? അത് കുറച്ച് ലോജിക്ക് ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള നൗൺ അൺകൗണ്ടബിൾ നൗൺ. സിമ്പിൾ, ഇതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ആണ്. കൗണ്ടബിൾ നൗൺസിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ആണ് അൺകൗണ്ടബിൾ നൗൺ. അൺകൗണ്ടബിൾ നൗൺസ് റെപ്രസെൻറ്റ് തിങ്സ് ദാറ്റ് ക്യാൻ നോട്ട് ബി കൗണ്ടഡ്. നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കടയിൽ ചെന്നിട്ട് 1 വെള്ളം, 2 വെള്ളം, 3 വെള്ളം, അങ്ങനെ നമുക്കിങ്ങനെ എണ്ണാൻ പറ്റില്ല. വാട്ടർ ഈസ് എന്താ ലിക്വിഡായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എങ്ങനെ പറയാം? 1 കുപ്പി വെള്ളം അല്ലെങ്കിൽ 2 കുപ്പി വെള്ളം. അപ്പം നമ്മൾ ആക്ച്വലി ആ വെള്ളമുള്ള കുപ്പി, ആ ഒരു ക്വാണ്ടിറ്റി, ആ മെഷറിങ് ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. കിട്ടിയോ? അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് വാട്ടർ, ഷുഗർ, ഇൻഫർമേഷൻ. ഇൻഫർമേഷൻസ് എന്ന് ചിലർ പറയാറുണ്ട്. ഇനി അതിൻ്റെ ആവശ്യമില്ല, ഇൻഫർമേഷൻ. കിട്ടിയല്ലോ? ഇനി ഇത് നോക്കിയേ. ദീസ് നൗൺസ് ആർ ഓൾവേസ് ട്രീറ്റഡ് ആസ് സിംഗുലർ ആൻഡ് ഡോണ്ട് ഹാവ് പ്ലൂറൽ ഫോംസ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂളാണ്. ഓക്കെ, ഈ നൗൺസിന് എപ്പോഴും സിംഗുലർ ഫോം മാത്രമേ ഉള്ളൂ, പ്ലൂറൽ ഫോം ഇല്ല. ഇപ്പോൾ ദ വാട്ടർ ആർ പ്രഷ്യസ് എന്നല്ല നമ്മൾ പഠിച്ചേക്കണേ, ദ വാട്ടർ ഈസ് പ്രഷ്യസ്. ഇവിടെ നോക്കിയേ. ദ പെയിൻറ്റ് ഡ്രൈസ് ക്വിക്ക്ലി ഇൻ ദി സൺലൈറ്റ്. ഇവിടുത്തെ അൺകൗണ്ടബിൾ നൗൺ ഏതാ? പെയിൻറ്റ്. പെയിൻറ്റ് നമുക്കങ്ങനെ അതൊരു ലിക്വിഡ് ഫോമിൽ നിൽക്കുകയാണ്. നമുക്ക് ഇപ്പോൾ 1 ഡ്രോപ്പ്, 2 ഡ്രോപ്പ്, അല്ലെങ്കിൽ 1 കപ്പ്, 2 കപ്പ് എന്നൊക്കെയാണ് പറയാം. ഒരു പെയിൻറ്റ്, 2 പെയിൻറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് വരില്ല. നമ്മൾ എന്തെങ്കിലും ഒരു മെഷറിങ് ക്വാണ്ടിറ്റി വെച്ചാലാണ് ലോജിക്കലി നമ്മൾ
Of course, normal conversation but when it comes to English, we have to stick to certain rules. So we have to use singular verb for all the uncountable nouns, no matter what. About the paint dries. Here dries is verb. It is in the singular form. That is dry is base verb. That in the singular form is dries. Kittilo. So the paint dries quickly in the sunlight. Now, we will study nouns. All nouns ഒന്ന് കമന്റിൽ ഇടാ നിങ്ങൾ നിങ്ങളുടെ എക്സാമ്പിൾസ് കൊടുക്കുക അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും നമ്മുടെ കമന്റിൽ ചോദിക്കുക അപ്പോൾ തന്നെ ക്ലിയർ ചെയ്തു തരും So that's all for today. We'll see you in the next class with another type of word or another type of parts of speech. See you soon. Bye.